ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു, എന്നാൽ ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അന്നുവരെയുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു, എന്നാൽ ചേർന്ന ഇണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢ നിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. അവൻ അവളെ നോക്കി പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ ലജ്ജ തോന്നിയിരുന്നില്ല. ഈ ലോകത്തിലെ ആദ്യത്തെ സാമൂഹിക സംവിധാനം ആരംഭിക്കുന്നത് കുടുംബ ബന്ധത്തിലൂടെയാണ്. എല്ലാം നല്ലത് എന്ന് കണ്ട ദൈവം ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇടയെ കൊടുക്കും. ഓരോ ജീവജാലത്തെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ചേരുവോന്നറിയാൻ. പുറകിൽ ആദം, മുമ്പിൽ പിടിയാന, ചേരിയല. ഒരു വശത്ത് ആദം, മറുവശത്ത് എരുമ, ഒട്ടും ചേരിയല. ഒരു വശത്ത് ആദം, മറുവശത്ത് ബെച്ചു പശുവിനെ വെച്ച് നോക്കി, ഒട്ടും ചേരിയല. തമ്പുരാന് പിടികിട്ടി. അടയ്ക്കാമുറിയും തേങ്ങാമുറിയും ചേരിയല. തങ്കച്ചനും തങ്കമ്മയും ശരിക്കും ചേരും. ദൈവം പുരുഷനെ ഗാഢ നിദ്രയിൽ ആഴ്ത്തി. ബൈബിളിൽ ചുരുക്കം പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗാഢ നിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന്. എന്നാ അവന് കിട്ടിയത് ഈ ഭൂമിയിൽ സ്ത്രീകൾ ഉണ്ടാകുന്നതിന് മുമ്പ് പുരുഷന്മാർ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങട, ഉറങ്ങ. മനസമാധാനത്തോടെയുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം കെട്ടാനൊന്നും വരുന്നുണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങുക. അവന്റെ വാരിയിൽ ഒടിച്ചെടുത്തിട്ട് പോലും അറിഞ്ഞില്ല, അത്രയും സുഖമായിട്ട് ഉറങ്ങി. എന്നിട്ട് പറഞ്ഞു, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. തെളിച്ച് വിളിക്കേണ്ട വാക്ക. ചില ആണുങ്ങൾക്ക് കുടി മുൻകോപം ഒരുമിച്ച് വരുമ്പോൾ പല ആണുങ്ങളും നാരിയുടെ ലായയുടെ അടിയിലുള്ള കുനിപ്പ് കാണുകയില്ല, ബാക്കിയെ കാണത്തുള്ളൂ. നരനും നാരിയുമായി, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവളെ കണ്ടപ്പോൾ ലോകത്തെ ചില ഐറ്റങ്ങൾ ആരംഭിച്ചു. സ്ത്രീ ഉണ്ടായതിനു ശേഷം ആരംഭിച്ച ഐറ്റങ്ങളാണ് വർത്തമാനം, ചിരി, കരച്ചില്, നിലവിളി, നെഞ്ചത്തടി, ഏങ്ങലടി. ഈ ഐറ്റങ്ങളൊക്കെ സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാര് പറയും, പർദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷ് ആയിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് പുരുഷൻ നോക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചിരുന്ന. മലയാളികൾ പറയും ആദ്യത്തെ സംസാര ഭാഷ മലയാളം. ആദ്യം നോക്കുമ്പോൾ പനങ്കല പോലത്തെ മുടി കിടക്കുന്ന ഒരു യുവതി സാവധാനം നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്ന അർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി. സംസാരം, ചിരി എല്ലാം ആരംഭിച്ചു. ലോകത്ത് നമുക്കറിയാം, മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്കുകൾ പറയും, സ്ത്രീ ഒരു ദിവസം 14,000 വാക്ക് പറയും. അത് വർത്താനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട, ഇതൊക്കെ ആയിട്ട്. ഭർത്താവ് എറണാകുളം സിറ്റി പോയി. തിരിച്ച് വരുന്ന വഴിക്ക് അവന്റെ 6500 വാക്കും വഴി തീർന്നു പോയി. വീട്ടിൽ വരുമ്പം ആകെ 500 ഉള്ളൂ. ഭാര്യയാണെങ്കിൽ 14,000 ഒറ്റ ഇരിപ്പാണ്. അവൾ ഇങ്ങനെ പറവറാന്ന് പറയും. മിണ്ടാതിരുന്ന് പറയല്ലേ. മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവള് 28,000 വാക്കുമായിട്ട് വരും. സ്ത്രീ ഓർത്തോണം, കെട്ടിയവനധികം മിണ്ടിയില്ലേ, അവന് സ്റ്റോക്ക് 500 ഉള്ളൂ, അത്രേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ ഓർക്കാവുള്ളൂ. ഒരു പുരുഷൻ ഭാര്യയോട് പറഞ്ഞു, എടി
ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000 വാക്കാ പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെ പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14,000 ആയതാ. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞ് കണ്ടോ? അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ പിടികിട്ടത്തുള്ളൂ. ഇപ്പൊ സംസാരം ആരംഭിച്ച് ചിരി, കരച്ചിൽ. ഒരു സ്ത്രീ ശരിക്കും ചിരിച്ചോ പുരുഷന്റെ മനപ്രയാസം മൊത്തം പോകും. പക്ഷെ പല പെണ്ണുങ്ങളും നീണ്ട പടവലങ്ങ പോലെ മോന്ത നോട്ടി ഒറ്റപ്പെടുത്തും. അവന്റെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ട് ചെയ്ത് അങ്ങനെ ആവും. ചിരിച്ചോ പ്രശ്നം തീർന്നു. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നേടാൻ ദൈവം കൊടുത്ത 2 സിദ്ധിയാണ്. ഒന്ന് ചിരി, 2 കരച്ചിൽ. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. ഭാര്യ കരഞ്ഞോ ഭർത്താവ് വീഴും. പെങ്ങള് കരഞ്ഞോ ആങ്ങളെ അയയും. മോള് കരഞ്ഞോ അപ്പൻ ഉടയും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് വെള്ളം വീണ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആശ്രയിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. എല്ലാം ഉണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെപ്പ്. അപ്പൊ ഈ സ്നേഹത്തിൽ വരുന്ന വാക്കെന്താ? പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. വിട്ടേച്ച് പോകുന്ന ഒറ്റ സ്നേഹം ദാമ്പത്യ സ്നേഹം. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ടാ ആണുങ്ങള് കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. ഏത് പട്ടാളക്കാരനും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ തുടങ്ങുന്ന 3ാം ലോകമഹായുദ്ധം അവന്റെ ശക്തിക്ക് അപ്പുറം. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാ. ചൂരൽ വടി കുലുക്കി വരപ്പിച്ച് പിള്ളേരെ അടിച്ച് പഠിപ്പിക്കുന്ന സാർ. ഞാൻ നോക്കുമ്പം ചൂരലിന്റെ നാരിന്റെ പകുതി കെട്ടിയില്ലാത്ത ഒരു ചീപ്പ് നൂലിൽ കെട്ടിതാലി കോർത്ത് പെടലിയെ കെട്ടുമ്പം ഇവന്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിന്റെ മണ്ടേ കൂടെ പറയുന്ന പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ വന്നു. ഒരു ചെറിയ കേക്ക്. ഞാൻ മുറി കയറ്റി കേക്ക് ആശീർവദിച്ച് മുറിച്ച് തന്റെ ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. അവന്റെ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവന്റെ തോളെ തട്ടി ഞാൻ പറഞ്ഞു, പേടിപ്പേണ്ട കണക്കധ്യാപക, എന്നാ വിറയാടാ വരച്ചത്. സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പം കുറെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്തെ? ഞാൻ പറഞ്ഞു, കൈ കിടന്നിങ്ങനെ തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതുമാണോ? അവൻ പറഞ്ഞു, പൊന്നച്ചാ, വരച്ചതല്ല, ഇത് കത്തോലിക്ക സഭയില് ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, വരച്ചതല്ലച്ചാ. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഞാൻ അച്ഛനായി ആദ്യം കെട്ടിച്ചത് എൻ്റെ അപ്പന്റെ പെങ്ങളുടെ മകനെയാണ്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ. അവൻ ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ. 6 അടി പൊക്കം, ആചാനുബാഹു, കപ്പടാ മീശ, ഒത്തവണ്ണം, മുഴുത്ത മനുഷ്യൻ. അവൻ കെട്ടിയത് ഡൽഹി പോലീസിലെ 5 അടി പൊക്കമുള്ള വനിതാ സർക്കിളിനെയാണ്. അവൾ ലാത്തി ചുറ്റി വീശി അടിച്ച് അധോലോകത്തെ ഒതുക്കി നടന്നവളാണ്. ഞാൻ ഇവരെ കെട്ടിക്കുമ്പോൾ നോക്കി. ഭീകരന്മാരെ തോക്കുമ്പോൾ നിർത്തി കിളികലാ പരമിച്ച് ഇവിടെ പുറകിൽ കാറ്റത്ത് കരികല പോലെ കിളികലാ പറിക്കുന്നു. മൂക്ക് ചുമക്കുന്നു, ചൊടി വരളുന്നു, നക്കുന്നു, നനയ്ക്കുന്നു, ഞൊട്ടുന്നു, ഞൊണയുന്നു. വെപ്രാളം കോപ്രായം. ഞാൻ നോക്കുമ്പോഴുണ്ട് കൈ വിറച്ച് ഇവിടെ കെട്ടേണ്ട ചരട് എങ്ങനെയോ തലയുടെ ഈ ഭാഗത്ത് കെട്ടിവെച്ചു. എനിക്ക് സഹതാപം തോന്നി, പറയാൻ തോന്നി. പേടിത്തോണ്ട, നിനക്കെന്തെങ്കിലും ധൈര്യമില്ലേ? നീ മാറി നിൽക്കടാ, ഞാൻ കെട്ടിത്തരാം. പറയാൻ പറ്റുമോ? ഇവളാണെങ്കിൽ ലാത്തി ചുറ്റി വീശി ഒതുക്കി നടന്നവളാ. ലാത്തിയുടെ നാരിന്റെ പകുതി കെട്ടിയില്ലാത്ത ഒരു കൊച്ചു മോതിരം. പിന്നെ വല്ല തിരികെ കയറ്റുമ്പം ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പുടി കാണുന്നത് കൈ മൊത്തം കിടന്ന് വിറയ്ക്കുക. എന്തിനാണ് ഈ വിറയ്ക്കുന്നത്? ധൈര്യമായിട്ട് തിരികെ കയറ്റിയ മോതിരം എന്നും പറഞ്ഞ് അച്ഛന് കയറി ചെല്ലാൻ പറ്റുമോ? വെപ്രാളത്തിന് വേലാലിക്കടി അവിടെ കയ്യെങ്ങാനും തെന്നി മാറി മോതിരം എന്റെ വിരലെ കുത്തി കയറ്റിയാൽ പ്രശ്നം അതിനേക്കാ ഗുരുതരം. അപ്പൊ ഏറ്റവും വലിയ ബന്ധം ദാമ്പത്യ ബന്ധം. മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, വിട്ട് ഭർത്താവിനോട് ചേരും. ഇത് ദൈവം ഉടമ്പടിയായി സ്ഥാപിച്ചു. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കാണ്. ഒന്ന് കോൺട്രാക്ട്, 2 കവനന്റ്. കോൺട്രാക്ട്, കവനന്റ് മനുഷ്യനും കൂടി ഉണ്ടാക്കുന്ന
ഉടമ്പടി കോൺട്രാക്ട്. മനുഷ്യനും ദൈവവും കൂടെ ഉണ്ടാക്കുന്ന ഉടമ്പടി കവനൻ. നരേന്ദ്രമോദിക്ക് ട്രംപുമായി കോൺട്രാക്ട്, മോശയ്ക്ക് ദൈവവുമായി കവനൻ. മോദി ആദ്യം ട്രംപിനെ കാണാൻ വരുമ്പോൾ വാഷിംഗ്ടൺ DC നമ്മുടെ പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുക. അന്ന് നമ്മുടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു കേട്ടു, ദൈവമായ കർത്താവേ, ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും മോദിയിൽ നിന്നും ഞാൻ രക്ഷിക്കണേ. അതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. മോദിക്ക് ട്രംപുമായി കോൺട്രാക്ട്, മോശയ്ക്ക് ദൈവവുമായി കവനൻ. ഹിന്ദുക്കളുടെ കല്യാണം സിവിൽ കോൺട്രാക്ട്, മുസൽമാന്റെ കല്യാണം സിവിൽ കോൺട്രാക്ട്, നിങ്ങളുടെ കല്യാണം കവനൻ. ഞാൻ അച്ഛന കോടതിയിലെ വക്കീലുമാണ് ഏറ്റുമാനൂരിലെ. അപ്പൊ നമുക്ക് രണ്ട് വിധം, ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എളുപ്പത്തിൽ വിവാഹം വരും. നമുക്കിടയിൽ പിന്നെയും കൗൺസിലിംഗ് കൊടുക്കും, എങ്ങനെ ഒരുമിച്ച് നിർത്താൻ തോന്നും. ഒരുമിച്ച് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ച ഭർത്താവ് യൂറോപ്പിൽ അമേരിക്കയെ കാണാം. ഭാര്യ മരിച്ച ഭർത്താവ് പുത്തനായൊരു വീട് പണിയാൻ പോകുന്ന വീടിന്റെ ഫോട്ടോ ഭാര്യയുടെ കല്ലറയിൽ വെക്കും. മോളെ, ഇതാണ് പണിയാൻ പോകുന്ന വീട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? മരണം കൊണ്ടും പോയിട്ടില്ല. ഭർത്താവ് മരിച്ച ഭാര്യ മകൾക്ക് ആലോചന വരുമ്പോൾ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ഫോട്ടോ, ഇതാണ് മോളെ കെട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മരണത്തിനപ്പുറത്തേക്ക് നീളുന്നു, നിത്യതയോടും. അതുകൊണ്ടാണ് ഡൈവോഴ്സ് നമുക്കില്ലല്ലോ, സെപ്പറേഷനേ ഉള്ളൂ. ഇന്ന് ഡൈവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കുടുംബ കോടതിയെ സമീപിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു 15 വർഷം. മക്കൾ എത്ര? 3 മക്കളും 15 വർഷമായപ്പോഴാണ്. 2 വർഷം കഴിഞ്ഞപ്പം ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? മുടച്ചട്ടി, പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, ഫോർക്ക്, ഗ്ലാസ് എടുത്ത് ഇവിടെ എനിക്കിട്ട് ഏറോടേറെ. ജഡ്ജി പറഞ്ഞു, 15 വർഷം സഹിച്ചല്ലോ, അവളെന്താ? ബഹുമാനപ്പെട്ട കോടതി, അടുത്ത ഇടയായി അവർക്ക് ഉന്നമായിട്ട് വരുന്നു. നേരത്തെ കൊള്ളുകയല്ലായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. ജഡ്ജി പറഞ്ഞു, മുറിക്കാം. 3 മക്കളെ കൃത്യം പപ്പാതി ബിലങ്കമെങ്കിൽ മുറിക്കാം. വെട്ടി മുറിക്കാൻ പറ്റുമോ? അവൻ ബിരുദന. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 1 വർഷം കൂടെ തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവിടെയും കൂട്ടിപ്പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിന്റെ ഫൈനൽ ഡേറ്റ്. 4ാമത്തെ കുട്ടിയാകുമ്പം 2 മുറിക്കാം. പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. പക്ഷെ അവന്റെ കഷ്ടകാലം. അവന്റെ ഭാര്യ 4ാമത് പ്രസവിച്ചത് ഇരട്ടപ്പിള്ളേര് 5 പോയെന്ന് ഓർത്താലും നടക്കണമെന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ചത്. അപ്പൊ ദൈവം ചേർത്തു. ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടികൾ ദൈവം സ്ഥാപിച്ചു. 1-ാം ഉടമ്പടി കല്യാണമാണ്. ഉൽപ്പത്തി 2:23. നീ എന്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിലെ മാംസം. ഈ ലോകത്തിലെ ആദ്യ ഉടമ്പടി വിവാഹം. 2-ാം ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും നോഹയും തമ്മിൽ. 3-ാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും അബ്രഹാമും തമ്മിൽ. ഇപ്പം ഉടമ്പടിയായിട്ട് സ്ഥാപിച്ചു കഴിയുമ്പം പറയുന്ന വാക്കുണ്ട്, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ദമ്പതികൾ മനസ്സിലാക്കേണ്ട ഒരു ബൈബിൾ ഭാഗം. തുണിയില്ലാതെ ഓടിയെന്നല്ല ആ വാക്കിന്റെ അർത്ഥം. പിന്നെയോ, ജീവിത പങ്കാളിയെ ഒളിക്കാൻ ശരീരത്തിൽ ഒന്നുമില്ല, രഹസ്യങ്ങൾ ഒന്നുമില്ല, പണമില്ല, ഒളിച്ച വാട്സപ്പില്ല, നേരെ വാ നേരെ പോ. നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഒളിച്ച സൗഹൃദങ്ങളില്ല, കാശിടപാടില്ല, ബന്ധങ്ങളില്ല, സന്ദർശനമില്ല. ഭർത്താവിനെ ഒളിക്കുന്ന ഭാര്യയില്ല, ഭാര്യ ഒളിക്കുന്ന ഭർത്താവുമില്ല. അതാണ് നഗ്നരാണ്, ലജ്ജ തോന്നിയില്ല. അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത ദാമ്പത്യത്തിൽ വേണം. നഗ്നരാണെങ്കിലും ലജ്ജയില്ലാത്ത ആരാ? കൊച്ചു പിള്ളേരില്ലേ? ചില പിള്ളേരെ കാണും, നൂൽ ബന്ധമില്ല, പോകുന്ന കണ്ടാൽ തോന്നും കാർഗിൽ യുദ്ധത്തിന് പോകുന്ന പോലെ കൈയും വീശി പോകുന്ന കാണാം. നൂൽ ബന്ധമില്ല, ലജ്ജയില്ലല്ലോ. ഞാൻ വീട് വെഞ്ചിരിക്കാൻ വേണ്ടി ചെന്നു. ഓരോ മുറി വെഞ്ചിരിച്ച് പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ നൂൽ ബന്ധമില്ലാതെ പൊന്നരങ്ങാനും മാത്രം വിട്ട് അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തും. തള്ള പറഞ്ഞു, ചേർക്ക, നിനക്ക് നാണമില്ലേ? ഒരച്ഛൻ വല്ല കണ്ടില്ലേ? അകത്തുപോയി എന്നിട്ട് ഇട്ടുകൊണ്ട് വാടാ. പോയി ആഘോഷമായിട്ട് കാലേലിട്ട്
ചെരുപ്പിട്ടുള്ളൂ. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകുടിയന്മാർക്കും ഈ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് പാല KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ പെരുവിത്താനം ആശുപത്രി രാവിലെ 10-ന്റെ കുർബാനയ്ക്ക് മോട്ടോർ ബൈക്കിൽ ഞാൻ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ വാതിൽക്കൽ 2 കുടിയന്മാര് പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരു കുടിയൻ ജനിച്ച പാടെ നൂൽ ബന്ധമില്ല, കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയൻ ഒരു കീറത്തുണി ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനതിനെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണി ഇല്ലാത്ത കുടിയനോട് പറയാ, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ തിരുസഭയുടെ മക്കളാ, മറക്കല്ലേ. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതില്ലേലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവന്റെ മൊത്തം പറിച്ച് അവനെ ഒളിപ്പിക്കുന്നു കുടിയൻ. ഒളിക്കാനും മറിക്കാനുമില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. നമ്മുടെ വീട് 2 കുത്തിപ്പണിയാണ്. 50 വർഷത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇടവകയിൽ കുടുംബങ്ങൾ എങ്ങനെ പോകുന്നു? 2 വിധത്തിൽ നമ്മുടെ വീടിനെ പണിയാം. 1 ബാബേൽ ഗോപുരം പോലെ, 2 സിയോൻ മാളിക പോലെ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം, ഒരു ജനത, ഒരു ഭാഷ, ഒരു ദേശം. പക്ഷെ ഭാഷ ചെതറിപ്പോയി. കമ്പ് ചോദിക്കുമ്പം മണല് ചോദിക്കുമ്പം ഇഷ്ടിക ചോദിക്കുമ്പം വെള്ളം ചോദിക്കുമ്പം സിമെന്റ്. ഭാഷ ചെതറിയ ബാബേൽ ഗോപുരം. എൻജിയോക്കോട്ടേഴ്സിലെ എൻ്റെ വീട് ബാബേൽ ഗോപുരമാണ്. ഭർത്താവ് എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത ഭാര്യ എന്ത് പറഞ്ഞാലും സുഖിക്കാത്ത കെട്ടിയവൻ, മരുമകൾ എന്നാ പറഞ്ഞാലും ദഹിക്കാത്ത അമ്മായിമ്മ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത മരുമകൾ, കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത പേരൻസ്, കാരണന്മാർ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാത്ത മക്കൾ. ഭാഷ ചെറിയ ബാബേൽ ഗോപുരം. ആഗ്രയിലെ വിശ്വവിസ്മയം, വെളുത്ത വെണ്ണൽ സൗധമായ താജ്മഹൽ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ എഴുതി, കാലത്തിന്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. ഇതിന്റെ അർത്ഥം എന്താ? മനോഹരമായ വെണ്ണക്കൽ സൗധം, അകത്ത് മിണ്ടാത്ത 2 ഉണങ്ങിയ ശവങ്ങൾ. ഷാജഹാനും മുംതാസും. എറണാകുളം സിറ്റിയിൽ സുന്ദരമായ വീട്, ഇഷ്ടം പോലെ മുറി, അകത്ത് മിണ്ടാത്ത സക്കറിയായും മൗനം പാലിക്കുന്ന എലിസബത്തും. 2 ഉണങ്ങിയ ശവങ്ങൾ. വർത്തമാനമില്ല. ഭാര്യയോട് മിണ്ടാൻ തിരക്കുള്ള ഭർത്താവിന് സമയമില്ല, ഭർത്താവിനോട് മിണ്ടാൻ തിരക്കുള്ള ഭാര്യയ്ക്ക് സമയമില്ല. പ്രായമായ കാരണന്മാരെ ഫോണിൽ വിളിക്കാൻ പോലും മക്കൾക്കും കൊച്ചുമക്കൾക്കും സമയമില്ലെങ്കിൽ അതാണ് വെണ്ണക്കൽ സൗധമായ താജ്മഹൽ. ഒരു ഉണങ്ങിയ ശവകുടീരം. വീട് അങ്ങനെയാണ്. വർത്താനം പറച്ചിൽ വേണം, സംസാരം വേണം. പലപ്പോഴും കോടതിയിൽ കേസ് വരുമ്പോൾ ആശ്രമത്തിൽ ജഡ്ജി പറഞ്ഞു വിടും കോടതിക്ക് പുറത്ത് സംസാരിച്ച് തീർക്കാൻ വേണ്ടി. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, 15 മിനിറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭർത്താവും ഭാര്യയും അടുത്ത് മുട്ടിയിരുന്നിരുന്ന് വർത്താനം പറയണം. 1 മാസം അങ്ങനെ പറഞ്ഞു കഴിയുമ്പം പല പ്രശ്നവും തീരാറുണ്ട്. ഒരു സ്ഥലത്ത് ഞാനിത് പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു 15 മിനിറ്റ് വേണ്ട, എൻ്റെ കെട്ടിയവൻ ഒരു 5 മിനിറ്റ് എന്നോട് മിണ്ടിയാൽ മതി. സന്ധ്യ ആകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്താ 3 അടി? 1 കുരിശ് വരയ്ക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ വർത്തമാനമില്ല. ഒരു ഭർത്താവ് പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാനാ എനിക്ക് തോന്നുന്നു. അതെന്നെ അടി. ആദ്യ രാത്രിയിൽ കെട്ടിപ്പിടിച്ച് പൊതുപ്പഴിയുടെ ചുരുണ്ട് കിടന്ന് കൊച്ചു വർത്താനം പറയാൻ ഓർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് അത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതായിരുന്നു? എന്നെ അച്ഛ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കിടുന്നു? ചെന്നിൽ അങ്ങനെ ചോദിച്ചു. എൻ്റെ അച്ഛ വിവാഹത്തിനൊരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടു ഇത്രയും വലിയ വിഷയമാവുന്ന ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. കുടുംബത്തിൽ വർത്തമാനം വേണം. അതുകൊണ്ടാണ് നമ്മുടെ വീട് സ്വർഗമാക്കാനും നരകമാക്കാനും നിങ്ങൾക്ക് പറ്റും. ശ്രദ്ധിച്ച് ജീവിച്ചാൽ വീട് സ്വർഗം, ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വീട് നരകം. ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ എന്ത് ജീവിച്ചോ അതിന്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം. ഈ ലോകത്തിൽ എന്ത് ജീവിച്ചോ
അതിന്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം. അതുകൊണ്ടാണ് ഉത്യതനായ യേശു തോമാസ് ലീഹായ്ക്ക് തന്നെ കാണിച്ചു കൊടുത്തത്. ഈ ലോകത്തിൽ ദേഹത്ത് വഹിച്ച 5 മുറിവുകൾ ഈ ലോകത്തിൽ ശുദ്ധ തെമ്മാടിയായി ജീവിച്ചിട്ട്, സ്നേഹമില്ലാതെ ജീവിച്ചിട്ട്, അവസാന നാഴികയിൽ ലിയോ 14 മാർപ്പാപ്പ അന്തിമദാശ കൊടുത്താലും അവൻ നരകത്തിലേ പോകും. ഇവിടെ സ്വർഗമായി ജീവിച്ചവൻ പാമ്പ് കഴിച്ചു ചത്താലും, ഇടിവെട്ടിയാലും, കരഞ്ഞടിച്ചാലും, വണ്ടി ഇടിച്ചാലും അവനൊരു നരകമില്ല, അവന് സ്വർഗമേ ഉള്ളൂ. എന്താണോ ഭൂമിയിൽ ജീവിച്ചത് അതിന്റെ ബാക്കി. ക്ഷിപ്ര കോപോളെ കെട്ടിയവനാണോ വീട് നരകം. തെറിക്കുത്തരം മുറിപ്പുത്തരം എന്ന് പറയുന്ന ഭാര്യയാണോ വീട് നരകം. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തി രണ്ടുപേരും കോപമുള്ളവരാ, പക്ഷെ ഉള്ളു നല്ലതാണ്. മത്തായി ചേട്ടൻ കുടി കഴിഞ്ഞാൽ ഭാര്യയെ അടിക്കും, മക്കളെ ഇടിക്കും, പാത്രം എറിഞ്ഞ് ഉടയ്ക്കും. 70-ാം വയസ്സിൽ മത്തായി ചേട്ടൻ മരിച്ചു. പത്രോസ് നോക്കിയപ്പം സ്വർഗത്തിൽ ഒരാൾ പുണ്യവും ഇല്ല, നരകത്തിൽ വിടാനുള്ള പാപവും ഇല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ ഇരുന്നോളാൻ പറഞ്ഞു. മത്തായി ചേട്ടൻ ശുദ്ധീകരണ സ്ഥലത്തിൽ അങ്ങനെ ഇരിക്കുക. 20 വർഷം കഴിഞ്ഞു മറിയാമ്മ ചേട്ടത്തി മരിച്ചു. പത്രോസ് പറഞ്ഞു, മത്തായി ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തില്ല, പക്ഷെ മറിയാമ്മ ഒരുപാട് സഹിച്ചതുകൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം. പക്ഷെ കയറുന്നതിന് മുമ്പ് ഒരു പ്രവേശന പരീക്ഷ അത് പാസ്സാകണം. എന്താ പരീക്ഷ? ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് ചോദിക്കും. തെറ്റിയാ കയറ്റിയല്ല, സംശയിച്ച കയറ്റിയല്ല, ആവർത്തിച്ച കയറ്റിയല്ല, ചോദിക്കും. ലവ് മറിയാമ്മ ഈസിയല്ലേ, LOVE ലവ്, സ്വർഗത്തിൽ കയറ്റിക്കോളാം. ഇനി മറിയാമ്മ 2 മണിക്കൂർ സ്വർഗത്തിന്റെ വാതിൽക്ക് നിൽക്കണം. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിൽ കയറാൻ ആര് വന്നാലും 4-5 വാക്കുകളുണ്ട്. ഏതെങ്കിലും സ്പെല്ലിങ് തെറ്റാതെ പറയുന്നവരെ കയറ്റി വിടാവും. ചോദിക്കേണ്ട വാക്ക് ജീസസ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഫെയ്ത്ത്. ഇനി മറിയാമ്മയ്ക്ക് വേണമെങ്കിൽ 2 വാക്ക് കയ്യിൽ നിന്നും ഇട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. മറിയാമ്മ ഇങ്ങനെ നിൽക്കുക. കൂട്ടുകാരി മിനിമോൾ വന്നു. എന്നതാരി ജീസസിന്റെ സ്പെല്ലിങ് പറഞ്ഞു കയറ്റി വിട്ടു. ആൻസമ്മ വന്നു, ആമേന്റെ സ്പെല്ലിങ്. മേരിക്കുട്ടി വന്നു, ഗ്ലോറിയുടെ സ്പെല്ലിങ്. കൃത്യമായിട്ട് കയറ്റി വിടുക. അന്നാണ് മത്തായി ചേട്ടന്റെ ഊഴം. മത്തായി ചേട്ടൻ സ്വർഗത്തിൽ കയറാൻ വേണ്ടി കുഞ്ഞു വരിക. മറിയാമ്മ ചേട്ടൻ ഭൂമിയിൽ എനിക്കൊരു പണി തന്നവന് ഇന്നൊരു പണി കൊടുത്തതേ ഉള്ളൂ. മത്തായി ചേട്ടൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറ്റാവോ? പറ്റിയല്ല, പരീക്ഷ പാസ്സാകും. എന്താ? വാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റിയാ കയറ്റിയല്ല, സംശയിച്ച കയറ്റിയല്ല, ആവർത്തിച്ച കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നേ ഉള്ളൂ, ചോദിക്കടി. പിന്നെ പിഴക്കൊന്നും തോന്നിയേക്കല്ല, സമയങ്ങളായി ചോദിക്കരുത്. ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് പറയാവോ? അതുപോലെ മത്തായി ചേട്ടൻ എന്നേക്കുമായി ഔട്ടായെന്ന. ഈ ഭൂമിയിലെ സ്വർഗമാ നിത്യതയുടെ സ്വർഗം, ഈ ഭൂമിയിലെ നരകമാ നിത്യതയുടെ നരകം എന്ന് പറയുക. വീട് ഒരു ബാബേൽ അവരുടെ മകൻ സിയോൻ മാളികയാകണം. അതുകൊണ്ടാണ് ബൈബിളിന്റെ പ്രതീകമായി, ബൈബിളിൽ കുടുംബത്തിന്റെ പ്രതീകമാണ് കാനാൻ ദേശം. കാനാൻ ദേശം 2 അനുഭവങ്ങൾ. എൻജിഒ ക്വാർട്ടേഴ്സിലെ നിങ്ങളുടെ വീട് കാനാൻ ദേശമാകണം. കാനാൻ ദേശം 2 അനുഭവങ്ങൾ. ഒന്ന് പാല്, 2 തേന്. തേനും പാലും ഒഴുകുന്നതാണ് കാനാൻ ദേശം. എന്താ പാല്? ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം പാൽ. സ്വന്തമായി വീട്, ആവശ്യത്തിന് വസ്ത്രം, കഴിക്കാൻ ഭക്ഷണം, രോഗം വന്ന മരുന്ന്. ഇതിന് നിങ്ങൾക്കാർക്കും ദൈവകൃപയാൽ ഈ ഇടവക്കാർക്ക് ഒരു കുറവുമില്ല. പാൽ അനുഭവത്തിന് കുറവില്ല. പക്ഷെ കുറവ് വരുന്നത് തേൻ അനുഭവത്തിലാകാം. എന്താ തേൻ? ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ അടുത്തിരുന്ന ആശ്വാസത്തിന്റെ തൈലം പുരട്ടുന്ന ഒരു ഭാര്യയാകണം. ഭാര്യയ്ക്ക് നൊമ്പരം വന്നാൽ ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയുന്ന ഭർത്താവാകണം. പ്രായമുള്ള കാരണവന്മാര് അടുത്തിരുന്ന് കേൾക്കുന്ന മക്കളാകണം. പഠിച്ചു മടുക്കുന്ന മക്കളെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഒരമ്മ വേണം. അതാണ് തേനനുഭവം. തേനനുഭവം ഇല്ലെങ്കിൽ മതം മാറി കല്യാണം കഴിക്കും. തേനനുഭവം ഇല്ലെങ്കിൽ ആത്മഹത്യ നടത്തും. തേനനുഭവം ഇല്ലെങ്കിൽ ഡൈവോഴ്സ് കേസ് ഉണ്ടാവും. തേനനുഭവം ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഈ തേനും പാലും അതാണ് കുടുംബം. അങ്ങനെ ഒന്നായിട്ട് വീട് മാറും. വീട് കാനാൻ ദേശമാകണമെങ്കിൽ ഒരു കാരണവശാലും സ്വന്തം ഭർത്താവിന്റെ കുറ്റം
മക്കളുടെ കേക്ക് ഒരു അമ്മ പറയരുത്. ഒരിക്കലും ഭാര്യയുടെ കുറ്റം മക്കളുടെ കേക്ക് ഒരു ഭർത്താവ് പറയല്ലേ. ചുമ്മാ ഭാര്യയുടെ വീട്ടുകാരെ കുറ്റം പറയല്ലേ, ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറയല്ലേ. ഭാര്യയ്ക്കൊരു കുറവുണ്ടോ പെങ്ങന്മാരോടും വീട്ടുകാരോടും പറയല്ലേ. ഭർത്താവിന് കുറവുണ്ടോ ആങ്ങളമാരോടും വീട്ടുകാരോടും പറയല്ലേ. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ബഹുമാനത്തോടെ ഭർത്താവിനോട് പെരുമാറണം. മകളുടെ മുമ്പിൽ വെച്ച് ആദരവോടെ ഭാര്യയോട് പെരുമാറണം. രഹസ്യത്തിൽ ഐശ്വപ്പെട്ടാലും കുടുംബത്തിൽ ഒരു പരസ്പര ആദരവ് വേണം. 4 ആന്റിമാര് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വർത്താനം പറയാ. ഒന്നാമത്തെ ആന്റി പറഞ്ഞു, എൻ്റെ ഭർത്താവ് വൃത്തികെട്ട സിനിമ, ബ്ലൂ ഫിലിം, ഇങ്ങനെ വേണ്ടാത്തെല്ലാം കാണുന്ന ഒരു കിഴങ്ങനെയാണ് ദൈവം എനിക്ക് തന്നത്. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, ഏത് പെണ്ണുങ്ങൾ പോയാലും വാപൊളിച്ച് നോക്കുന്ന ഒരു കിഴങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, മയക്കുമരുന്ന്, പുകവലി, മദ്യപാനമുള്ള ഒരുത്തരെ എനിക്ക് കിട്ടി. 4-മത്തെ സ്ത്രീ പറഞ്ഞു, നമ്മൾ ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയരുത്. അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ എൻ്റെ കിഴങ്ങനെ കുറിച്ച് എനിക്ക് എന്തെല്ലാം പറയാനുണ്ട്, ഞാനായിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. മോശമായ വാക്ക് ഭർത്താവിനെ കുറിച്ച് പറയരുത്, ഭാര്യയെ കുറിച്ച് പറയരുത്. കിട്ടിയ ഭാര്യ, കിട്ടിയ ഭർത്താവ്. ഇവിടെയാണ് പറയുക, വീട് കാനാൻ ദേശമാകണമെങ്കിൽ പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് ദമ്പതിമാർ ഒന്ന് തിരിയണം. വീട് കാനാൻ ദേശമാകണോ, പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ കുടുംബത്തിൽ ആവർത്തിക്കണം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റു ദൈവം നിനക്കുണ്ടാകരുത്. കുടുംബത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്തരുത്. ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്തരുത്. പറ്റുന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കണം. ചിലപ്പോൾ സംഭവിക്കുന്ന അപകടം, പ്രാർത്ഥനാ സമയം സീരിയൽ മോഷ്ടിക്കാം. സീരിയൽ. കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ ഞാൻ രാത്രിയിൽ ഫോൺ വിളിച്ചു. അങ്കിള് പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ, ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓർത്തു തമ്മിൽ കാണുക, പിന്നെ ആ പിടിയിടുക. അങ്ങനത്തെ ഒരു സീരിയലിന്റെ പേരാണ് പരസ്പരം. പ്രാർത്ഥനാ സമയം സീരിയൽ മോഷ്ടിക്കാം. സീരിയൽ. ഈയിടെ പാലായിൽ 75 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി അയൽപക്കത്തെ പിള്ളേർക്ക് 50ഓളം പേർക്ക് ജിലേബി, ലഡു വിതരണം ചെയ്തു, മുട്ടായിയും. ആൾക്കാർ ചോദിച്ചു, ആന്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ജിലേബി, ലഡു, മുട്ടായി. ആന്റിയുടെ മറുപടി, 6 മാസമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിന്റെ സന്തോഷത്തിനാണ് ആന്റിയുടെ ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. പ്രാർത്ഥനാ സമയം സീരിയൽ മോഷിക്കുന്നുണ്ടോ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് 3 വാക്ക് കുടുംബത്തിൽ പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്ന 3 വാക്ക്. 1, പ്ലീസ്. 2, സോറി. 3, താങ്ക് യു. 3 വാക്കുകൾ കുടുംബത്തിൽ പറയണം. പ്ലീസ്. ചുമ്മാ ഭാര്യയോട് കൽപ്പിക്കരുത്, ഭർത്താവിനോട് കൽപ്പിക്കരുത്. ചായ എടുക്കടി, കറി വലത്തടി, ചോറ് വിളമ്പടി. അത് പണ്ടത്തെ കാടനപ്പന്റെ ഭാഷയാണ്. ഇന്ന് പടുത്തുള്ള പുതിയ തലമുറയിൽ ആ ശൈലിയില്ല. ചായ കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ ഡയലോഗ് മോഡലിൽ ഭാര്യയോട് വർത്താനം പറയണം. അതുപോലെ സ്ത്രീ കടുപ്പമുള്ള വാക്ക് പറയണം. പഞ്ചസാര തീർന്ന കാര്യം 3 ദിവസമായി പറയുന്നു. ഇന്നും കൂടെ മേടിച്ചില്ലെങ്കിൽ നാളെ സത്യമായിട്ടും താൻ പഞ്ചായത്തില്ലാത്ത കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. ഇത് കൂടി വാക്കുകൾ പറയല്ലേ. സൗഹൃദത്തിന്റെ സൗമ്യതയുടെ ഭാഷ. പ്ലീസ്. 2, സോറി. അരിശം വരുമ്പം വല്ലതും പറഞ്ഞാലും കെട്ടിയവനോട് ക്ഷമ ചോദിക്കണം, സോറി പറയണം. ഭാര്യയോട് സോറി പറയണം. നൊമ്പരത്തോടെ ഉറങ്ങാൻ പോയോ അവബോധ മനസ്സിൽ അത് കിടക്കുകയും അറിയാതെ ഹൃദയം അകലുകയും ചെയ്യും. ഒരു സോറി പറഞ്ഞാൽ ദിവസവും തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓർത്തോണം, കോപം വരുന്ന ഭർത്താവ് കോപിക്കുമ്പോൾ എന്തേലും പറഞ്ഞാൽ അത് അവന്റെ സ്വഭാവമല്ല. സ്നേഹത്തിന്റെ കടലിൽ ഒരു തിരമാല പോലെ കണ്ട് ഭാര്യ ചുമ്മാ മറക്കണം. കോപം വരുന്ന ഭാര്യ അരിശോട് എന്തെങ്കിലും പറഞ്ഞാൽ മറക്കണം. അതൊരു നിമിഷത്തിലെ വികാരം അതിനപ്പുറത്തേക്കൊന്നുമില്ല. പലതും പറയുകയല്ലേ. അരിശം വരുന്ന ഭാര്യ ഭർത്താവിനോട് താൻ പോകുന്ന വഴിക്ക്
വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. ഒടിയാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ, ആവശ്യത്തിന് പറഞ്ഞതല്ലേ. പിന്നെ പറയണം സോറി, മനുഷ്യ വശങ്ങൾ കേട്ടോ, അറിയാതെ പറഞ്ഞത് ആ ദിവസം തന്നെ. അരിശം വരുന്ന ഭർത്താവ്, നീ ചത്തായിരുന്നെങ്കിൽ വേറെ ഒന്നിനെ കെട്ടാവായിരുന്നു. പിന്നെ എന്റെ പൊന്നുമോളെ മനുഷ്യ വശക്കല്ലേ. അരിശം വരുന്ന കെട്ടിയവൻ ഭാര്യയോട് നിങ്ങൾ വാക്ക് പറയാം. ഭർത്താവ് ഭാര്യയോട് പറയും, എന്റെ മരണം വരെ നിന്നെ എനിക്ക് മറക്കാൻ പറ്റിയത്, എന്റെ മരണം വരെ. ഭാര്യ ചോദിച്ചു, ഞാനെങ്ങാനും മരിച്ചാലോ? ഉണ്ടായിരേടി, എനിക്ക് ഭ്രാന്ത് പിടിക്കും നീ മരിച്ചാൽ. ഭ്രാന്തൊക്കെ പിടിക്കട്ടെ, വേറെ വല്ല പെണ്ണുങ്ങളെയും താൻ പോയി കെട്ടുപോ. അവന്റെ മറുപടി, എന്റെ എടി ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുന്നു, ആർക്കാ പറയാൻ പറ്റുക? നീ മുൻപെടുത്തുന്ന വാക്ക് വരുമ്പോൾ ഒരു സോറി പറയണം. അങ്ങനെ സോറി പറയുമ്പോൾ 3 പ്രമാണങ്ങൾ ദമ്പതികൾ പാലിക്കണം. 3 പ്രമാണങ്ങൾ. 1, കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. കോപം വരുമ്പോൾ അരിശം വരുന്ന ഭാര്യ ആ നിമിഷത്തിൽ തോന്നുന്നതൊക്കെ പറഞ്ഞാൽ പിന്നീട് വേദനിക്കേണ്ടി വരും. അരിശം വരുന്ന ഭർത്താവും തോന്നുന്നത് പറഞ്ഞാൽ വേദനിക്കേണ്ടി വരും. കോപം വരുമ്പോൾ വർത്താനം പറയല്ലേ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് നല്ല കോപം, അതും ഇതും വിളിച്ചു പറയാൻ തോന്നി. മിടുക്കിയായ അവൾ കിച്ചണിൽ ചെല്ലുക, വാതിൽ ചാരി ഇടുക, ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുക, ചീനിച്ചിട്ട് വെക്കുക, വെളിച്ചെണ്ണ തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ കരിവേപ്പില അരിഞ്ഞിടുക, സബോള മുറിച്ചിടുക, കടുക് ശരിക്കിടുക. എന്നിട്ട് തവി കൊണ്ട് ഇങ്ങനെ ഒലത്തി അരിശം പോകുന്നവരെ ഇങ്ങനെ ഒലത്തിക്കൊണ്ടിരിക്കണം. അല്ലെ ഒലത്തിയ വർത്താനം കെട്ടിയോട് പറയും, മിണ്ടാതിരിക്കാൻ നിന്ദിക്കാൻ പഠിക്കണം. ഭർത്താവിന് ഭാര്യയോട് കോപം ഒന്നും മിണ്ടരുത്. മൊബൈലും എടുത്ത് മുറിയിൽ ചെല്ലുക. 1 മാസം കിട്ടിയ വാട്സപ്പ് ഒരു കിള്ളി മാന്തി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അരിശം തീർന്നിട്ട് ഫോൺ താഴെ വെച്ച് മിണ്ടാൻ പോകാം. കോപം വരുമ്പോൾ സംസാരിക്കുക. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, ചത്തേക്കാം, അവസാനിപ്പിച്ചേക്കാം, തീർത്തേക്കാം, ഇങ്ങനെയുള്ള പൊട്ടത്തരം വർത്താനം പറയാൻ. നിരാശ വരുമ്പോൾ ഒരാഴ്ച ഇഷ്യൂ പറയാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് കൊന്തയെത്തിക്കണം, ഒരുമിച്ച് പള്ളിയിൽ പോകണം. ഒരാഴ്ച കഴിയുമ്പോൾ അറിയാത്ത പരിഹാരം അത്യുന്നതിന്റെ വരദകരം നിങ്ങൾക്കായി തരും. നിരാശ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അത് ആണുങ്ങൾ ശ്രദ്ധിക്കണം. ഭാര്യ നല്ല കരിമീൻ മപ്പാസ് വെച്ചു, നല്ല ഇഷ്ടമുള്ള ഭക്ഷണം. കെട്ടിയവൻ പറയാ, എന്റെ ഏടി നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് ചേട്ടൻ 1 പവന്റെ ഡിസ്കോ സ്വർണമാല ഗിഫ്റ്റായിട്ട് പണിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിലേ പറയാവൂ. ചുമ്മാ വാഗ്ദാനം കൊടുത്തില്ലെങ്കിൽ പിറ്റേ ബർത്ത്ഡേക്ക് ഡിസ്കോ മാലിക്ക് വരും, ഡിസ്കോ ഡാൻസ് ധരിക്കുന്നുണ്ടാവും. ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുക്കരുത്. 1, പ്ലീസ്, തന്റെ സോറി. 3, താങ്ക് യു. ഇന്ത്യ വിട്ടാൽ ഭാര്യ എന്ത് ചെയ്താലും ഭർത്താവ് താങ്ക് യു പറയണം, പറഞ്ഞേ പറ്റൂ. ഭാര്യ താങ്ക് യു പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവ് നല്ല ഒരു ചുരിദാർ കൊടുക്കുമ്പോൾ ഭാര്യ താങ്ക് യു മാൻ, നല്ല മാച്ചിങ് കളറാകട്ടോ. ഭാര്യ മുട്ട പൊളിച്ചു കൊടുത്തു, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആകട്ടോ. ഒരു താങ്ക് യു പറയും. ഇത് കേട്ടു. ഇന്ന് രാത്രി 9:30 ഭാര്യ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും വിളമ്പോ, താങ്ക് യു ലിസിമോളെ, നല്ല ടേസ്റ്റ് ആകട്ടോ. എനിക്ക് വട്ടി പിടിച്ചുകൊണ്ട് ചോദിക്കും. ചുമ്മാ ചോദിക്കുകയല്ല, പടിപടിയായി തെളിയിക്കണം. ഒരു നന്ദിയുണ്ട് പെരുമാറ്റം വഴി. ഞാൻ 100 ഭർത്താക്കന്മാരെയും 100 ഭാര്യമാരെയും പറഞ്ഞാനും അസീസിയിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. 100 ദമ്പതികൾ കൗൺസിലിങ്ങിന് ഒരു ഭർത്താവും ഭാര്യയും കൂടി മുറിയിൽ കയറി വന്നു. അപ്പൊ കയറി വന്നപ്പോൾ 2 പേരുടെ മുഖം വല്ലാതെ ഇടിമിച്ചിരിക്കുന്നു. അപ്പം കൗൺസിലിങ് കഴിഞ്ഞപ്പം പിടികിട്ടി കുഴപ്പം കെട്ടിയവന്റെ അതാ. ഒരു നല്ല വാക്ക് പോലും ഒരിക്കലും ഭാര്യയോട് പറയണേ. ഇവക്കാണെങ്കിൽ ഇത് കേൾക്കാൻ ആഗ്രഹം. ഞാൻ പറഞ്ഞത്, ഭാര്യ നല്ല ചക്കുക്കുരു മാങ്ങ കറി വെച്ച ഒലത്ത് വരുമ്പോൾ കൊള്ളാവല്ല മോളെ, നല്ല ടേസ്റ്റ് ആണല്ലോ, ഒരു നല്ല വാക്ക് പറയണം. തുണി അലക്കിയാൽ നല്ലത് പറയണം. മുറിക്കകം അടിച്ചു വാരിയാൽ നല്ലത് പറയണം. കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ, അവളും പിള്ളേരോട് തിന്നുന്നില്ലേ, ഞാൻ തന്നെ നല്ലത് പറയണം. ഞാൻ പറഞ്ഞു, ചെമ്മീനും മുരിങ്ങക്കായും കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടിയാലേ. കെട്ടിയവന് നല്ല വാക്കേ ഉള്ളൂ, പിശുക്കില്ലാതെ പറയണം. സമ്മതിച്ചു. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു പോയി. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് അത്താഴം കാത്തിരിക്കുക. സാധാരണ ഐറ്റം ചൂട് കഞ്ഞി, വൻപയർ തോരൻ, കണ്ണിമാങ്ങ, തേങ്ങാ ചമ്മന്തി, ഇതൊക്കെ കാത്തിരിക്കുക. ഭാര്യ അപ്രതീക്ഷിതമായി
ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വേവിച്ച ചക്കപ്പുഴുക്കും വാരത്തരച്ച് കോഴിക്കറിയായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കാക്കമ്പിള, ചക്കപ്പുഴുക്കും കോഴിക്കറി. സന്തോഷത്തോടെ പുഴുക്ക് മൊത്തം നിന്നു. പ്ലേറ്റ് വലിച്ചു നോക്കി, കഷ്ണം മൊത്തം കൂട്ടി അരപ്പും നീട്ടി നോക്കി. അപ്പോൾ ആ ഓർത്തത് അച്ഛൻ വന്നത് നല്ല വാക്ക് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ജെസി മോളെ കഴിഞ്ഞ 31 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാ ഇത്രയും നല്ല ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ലേഡി? അവൾ ഒറ്റ കരച്ചി. എന്തിനാണ് ഈ കരഞ്ഞത്? ജോസഫ് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു നല്ലത് കിട്ടുമ്പം നല്ലത് പറയണം. ഭാര്യ പറഞ്ഞു, ഒന്നു മനുഷ്യ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ആൻസമ്മയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ എനിക്ക് നല്ലത് പറയാൻ പറ്റിയത്. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം പറയാൻ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം, പദങ്ങൾ പെരുക്കിയെടുക്കണം, ശ്രദ്ധാപൂർവ്വം സംസാരിക്കണം. 2, ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. അരിശം വരുമ്പോൾ ചെറി ചീത്തവാക്ക് ഒരപ്പന്റെ വായിന്ന് വീഴരുത്, ഒരു ചീത്തവാക്ക് അമ്മയുടെ വായിന്ന് വീഴരുത്. ചെറി പറയുന്ന ഭർത്താവിന് മക്കളുടെയും ഭാര്യയുടെയും മനസ്സിൽ വട്ടപൂജ്യത്തിന് വിലയുള്ളൂ. ചീത്ത വിളിക്കുന്ന ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുടെ അപ്പന്റെ മനസ്സിൽ വെറും വട്ടപൂജ്യത്തിന് വില. വഴക്കടിക്കുമ്പോൾ ചീത്ത പറയുന്ന അപ്പനമ്മമാരെ മക്കൾക്ക് ബഹുമാനിക്കാൻ പറ്റുകയല്ല. ലോകത്തിൽ എല്ലാ ഭാഷയിലും നല്ല നാടൻ തെറിയുണ്ട്. ലോക ഭാഷകളിലെ തെറിക്ക് നീളം കുറവാണ്. ഏറ്റവും നീണ്ട തെറി മലയാളത്തിലാണ്. മലയാളത്തിൽ 7 അക്ഷരം കൊണ്ടും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ശ്രേഷ്ഠ ഭാഷയുടെ ഏറ്റവും വലിയ മഹത്വം. ഗിന്നസ് ബുക്കിലെ ഏറ്റവും വലിയ തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ പിടിച്ചൊരു തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഉള്ളടക്കം ആര് തെറി കേട്ടോ? തെറി കേട്ടവന്റെ 3 തലമുറകളുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലൂടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറിയുന്ന ചീത്തവാക്കുകൾ കുടുംബത്തിൽ പറയല്ലേ. ദൈവനാമം മലിനമാകരുത്. ഒപ്പം നേർച്ചക്കടങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ. നേർച്ചകളുള്ള വീട്ടിൽ പിരാക്ക് പറ്റിയ പണം ഇരിപ്പുണ്ട്. 1000 രൂപ നേർന്നിട്ട് ഉണ്ടായിട്ടും വീട്ടിലെങ്കിൽ 10,000 രൂപ ആശുപത്രിയിൽ മരുന്നിന് പോകും. അത് ദൈവശിക്ഷയൊന്നും അല്ല, പ്രവൃത്തിയുടെ തിരിച്ചടിയാണ്. വാഗ്ദാന ലംഘനത്തിന്റെ പ്രവൃത്തിയുടെ തിരിച്ചടി. ഞാൻ പറയുക, എൻ്റെ കുട്ടി +2 പാസ്സായ വേളാങ്കണ്ണി പോയി കുർബാന അർപ്പിച്ച് 2000 രൂപ നേർച്ചയിടും. വേളാങ്കണ്ണി പഠിത്തവും കഴിഞ്ഞ് ജോലിയായി വേളാങ്കണ്ണി പോയിട്ടില്ല. നേരുമ്പം പണമുണ്ട്, നേർന്നു കഴിഞ്ഞ് പണമില്ലേ? പണമില്ലെങ്കിൽ ആ നേർച്ച പോയതായിട്ട് എടുക്കാം. പണം ഉണ്ടായിട്ടും വീട്ടിലില്ല എങ്കിൽ വേളാങ്കണ്ണി പോകുന്ന ഒരാളുടെ കയ്യിൽ നമ്മൾ ഈ രൂപയും വണ്ടിക്കൂലിയും ഭക്ഷണത്തിലും എല്ലാം കൂടി വേളാങ്കണ്ണി പള്ളിയുടെ പാത്രത്തിൽ ഇടണം. അതിന് പകരം ഈ പള്ളിയിലിട്ടാൽ പോരാ. എവിടെ നേർന്നോ അവിടെ നേർച്ച നിറവേറ്റണം. ഇനി മാറ്റണമെങ്കിൽ വികാരിയച്ഛനോ സഭയിൽ സ്ഥാനത്തുള്ളവരോടോ ചോദിച്ച് നേർച്ച മാറ്റാം. സ്വയം നേർന്നിട്ട് നേർച്ച ഒരിക്കലും സ്വയം മാറ്റരുത്. ഇപ്പം അങ്ങനെയുള്ള ബാധ്യതകളുണ്ടോ? ഇനി വീട്ടാവുന്ന നേർച്ചകളെ നേരാവുള്ളൂ. കയ്യിൽ ചെറിയ ചൊറി വരുമ്പം എൻ്റെ കർത്താവേ ഇവ മാറുകയാണെങ്കിൽ ഇസ്രയേലിൽ യോർദാനിൽ പോയി നീന്തിക്കോളാവുന്നു. എറണാകുളത്തിരുന്ന് ചുമ്മാ നേരരുത്. പറ്റുമെങ്കിലേ നേരാവൂ. അല്ലേ പറയണം, ദൈവമേ ലൈഫോയ് പ്ലസ് തേച്ച് കുടിക്കുമ്പം പദവീണ് കണ്ണു നീറുമ്പോൾ അത് ത്യാഗമായിട്ട് കാഴ്ചവെച്ചോളാം. പറ്റുന്ന നേർച്ചകളെ നേരാവൂ. നേർച്ചകരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. 3, കുടുംബത്തിൽ അനുഗ്രഹം വേണോ? കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് ഞായറാഴ്ചയും എൻ്റെ അമ്മയായ സഭ കടവള ദിവസങ്ങൾ എന്ന് പറയുന്നതാണ് കർത്താവിന്റെ ദിവസം. ഞായറാഴ്ചകളിൽ പരമാവധി സമയം ദൈവവുമായി ബന്ധപ്പെടണം. ശാലോം, ഗുഡ് നൈറ്റ്, ഷെക്കീന ചാൻഡ് തുറന്നു കാണണം. കുർബാനയ്ക്ക് പോകണം. വേദപാഠത്തിൽ, ഭക്തസംഘടനകളിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സജീവ ഭാഗഭാഗത്വം വഹിക്കണം. 3 കാര്യത്തിന്റെ ദശാംശം ഞായറാഴ്ച പള്ളിക്ക് കൊടുക്കണം. 1, ആരോഗ്യത്തിന് ബെഞ്ച് പിടിച്ചിട്ടു, കസേര പിടിച്ചിട്ടു, അരിച്ചു വാരി വൃത്തിയാക്കി കൊച്ചു പണി, ആരോഗ്യത്തിന്റെ ദശാംശം. 2, സമയത്തിന്റെ ദശാംശം. വേദപാഠം പഠിപ്പിക്കുന്നു, വിൻസെന്റ് പോൾ സൊസൈറ്റി പങ്കെടുക്കുന്നു, പ്രാർത്ഥനാ പങ്കെടുക്കുന്നു, സമയം തമ്പുരാന് കൊടുക്കുന്നു. 3, സ്വത്തിന്റെ ദശാംശം. ചുമ്മാ എല്ലാ ഞായറാഴ്ചയും 10 രൂപ എന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവത്തിന് കൊടുക്കരുത്. നന്നായിട്ട് പണമുള്ളപ്പോൾ
500 രൂപ ഇടാൻ പറ്റുമ്പം വേറെ പള്ളിയിലല്ല, എൻ്റെ സ്വന്തം പള്ളിക്ക് 500 നേർച്ചയാണ്. 200 വരുമ്പോൾ 200, 100 പറ്റും 100, 10 പറ്റും 10. ഒന്നുമില്ല, ഒന്നും വിടണ്ട. ചുമ്മാ 10 രൂപ സ്ഥിരം നേർച്ച അങ്ങനെ വെച്ചേക്കരുത്. ഒരമ്മയും 7 വയസ്സുള്ള മോനും ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വീട്ടിൽ പോവാ. അമ്മ പറഞ്ഞു, മോനെ എന്നാ ഉണക്കപ്പള്ളിയാ, ഓർഗന് ശബ്ദമില്ല, കസേരയ്ക്ക് ബലമില്ല, ഫാനിന് കാറ്റില്ല, കുർബാനയ്ക്ക് ഭക്തിയില്ല, എന്നാ ഒരു പള്ളിയാ. പിന്നെ മോന്റെ മറുപടി, എൻ്റെ അമ്മേ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? കാരണം കാണുന്നുണ്ട് സ്ഥിരമിടുന്ന 10-ന്റെ നോട്ട്. സമയത്തിന്റെ ദശാംശം, ആരോഗ്യത്തിന്റെ ദശാംശം, സ്വത്തിന്റെ ദശാംശം കർത്താവിന്റെ ദിവസത്തിൽ എൻ്റെ പള്ളിക്ക് കൊടുക്കും. ഒപ്പം ഒരു കർത്താവിന്റെ മണിക്കൂറും വേണം. നമ്മുടെ വീട്ടിൽ കർത്താവിന്റെ മണിക്കൂർ അതെപ്പോഴാ? രാത്രി 7-നും 9-നും ഇടയിൽ. ഉദ്യോഗസ്ഥരും ഭൂരിപക്ഷമുള്ള ഇവിടെ നമ്മുടെ കുടുംബത്തിൽ കർത്താവിന്റെ മണിക്കൂർ. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം, 7-ന് മുമ്പ് ഒരുപാട് ജോലി. 7-നും 9-നും ഇടയിൽ 20 മിനിറ്റ് കുറയാത്ത, 30 മിനിറ്റ് കൂടാത്ത ഒരു പ്രാർത്ഥന വേണം നമ്മുടെ കുടുംബത്തിൽ. 20 മിനിറ്റ് കുറയാത്ത, 30 മിനിറ്റ് കൂടാത്ത ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ വേണം. ഒരുപാട് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. ഉള്ളത് തെളിച്ച് ഉള്ളിൽ തട്ടി സ്ഫുടമായി പ്രാർത്ഥിക്കണം. ചില കുടുംബത്തിൽ എന്തെല്ലാം നൊവേനകള്, ചില വിശുദ്ധന്മാര്, വാഴ്ത്തപ്പെട്ടവര്, വീഴ്ത്തപ്പെട്ടവര്, വീണിട്ട് പൊങ്ങിയവര്, പൊങ്ങിയിട്ട് തെന്നിയവര്. ഇനി ആവശ്യമൊന്നുമില്ല, ഒരെണ്ണം മതി തെളിച്ചിയല്ല. 5 തെളിച്ചിയല്ല ആയിക്കോട്ടെ. ചുമ്മാ കൊഞ്ഞനം കുത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഒരർത്ഥമില്ല. ഉള്ളത് തെളിച്ചിയലാണ്. ചില കുടുംബങ്ങളിൽ കൊന്തയും പറ്റും ആദ്യം ഓരോ രഹസ്യവും തെളിച്ചിയല്ലും. ഒരു 3 രഹസ്യം വരും. 4-ാം രഹസ്യമാകുമ്പം സ്പീഡ് കൂടും. പിന്നെ ചെല്ലുന്ന അങ്ങനെ, നനഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. അല്പം കൂടെ സ്പീഡ് കൂടുമ്പം മനമറിഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. പ്രാർത്ഥന തെളിച്ചിയാണ്. ചില കുടുംബത്തിൽ ലുത്തിനിയ കേട്ടാൽ തോന്നും സായിപ്പും മാലാമയും കൂടിയാണ് പ്രാർത്ഥിക്കുക. ലുത്തിനിയുടെ മറുപടിയൊക്കെ തിരിയുന്ന എങ്ങനെയാ? കണ്ടീഷൻ കണ്ടീഷൻ കണ്ടീഷൻ. ചില കുടുംബത്തിലെ പ്രാർത്ഥന കേട്ടാത്തൊന്നും ഹിന്ദുക്കളുടെ വീട്ടിലെ നാമജപമാ. ലുത്തിനിയുടെ മറുപടിയാ തിരിയുന്ന എങ്ങനെയാ? കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ. പലപ്പോഴും പ്രായമുള്ള അമ്മച്ചിമാര് വീട്ടിൽ ലുത്തിനിയ നയിക്കും. ആന്റിമാര് ലുത്തിനിയ നയിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ട്യൂണാ. 100 കൂട്ടം പനിയും കഴിഞ്ഞ് നടുവിന് വേദനയായിട്ട് അമ്മ ലുത്തിനിയ നയിക്കുക. ആർക്കും കൊടുക്കുകയില്ല. അമ്മയുടെ സ്വകാര്യ വകുപ്പ് ഒരു പ്രത്യേക ട്യൂണുമുണ്ട്. ആത്മജ്ഞാനപൂരപാത്രമേ അപ്പോഴാണ് അമ്മയുടെ നടുവിന് വേദന. ഞങ്ങളുടെ ഞെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. തെളിച്ച് പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയ്ക്കും ഒണ്ടയിലെ മക കൊടുക്കാൻ പറ്റും. വിശുദ്ധനായ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പറയുന്നു, ഞാൻ ഉറങ്ങുമ്പം കാണുന്നത് മുട്ടുകുത്തി എത്രയും മാതാവേ ചൊല്ലുന്ന എൻ്റെ അമ്മയും അപ്പനെയും, ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന മുട്ടുകുത്തി കർത്താനമാലാകെ ചെല്ലുന്ന എൻ്റെ അപ്പനെയും അമ്മയും. അവർ പ്രാർത്ഥന പഠിപ്പിച്ചില്ല, അവർ ജീവിതം കണ്ടു പ്രാർത്ഥനയിൽ വളർന്നു. നമുക്ക് ഉണ്ടേലെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി. അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് കിള്ളിക്ക് നുള്ളി അടിച്ചു. അവൻ പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹവും, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്ന് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വെടിവെക്കുന്ന ചെവിയിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറയും, സാറേ അവനെ നിർബന്ധിക്കണ്ട, അവന്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അങ്ങനെയാ പറയാൻ പറ്റും. എങ്ങനെയാണ് അപ്പനമ്മ, അങ്ങനെയാ മക്കൾ എന്ന് പറയാ. ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ വേണം. ഒരു പ്രാർത്ഥനാന്തരീക്ഷം. കർത്താവിന്റെ ദിവസവും കർത്താവിന്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം നൈജീരിയയിലെ ലാഗോസിൽ കറുത്തവർഗക്കാരുടെ ധ്യാനം 90% കറുത്തവർഗക്കാരായ കത്തോലിക്കരാണ്. അവിടെ വീടിന്റെ മുറ്റത്തു നിന്നും പറമ്പിന്റെ അരിയിലേക്ക് വഴി വെട്ടിയിരിക്കുക. മിക്ക കുടുംബത്തിലും അപ്പനും അമ്മയും ഉൾപ്പെടെ 12 അംഗങ്ങൾ കാണും. അപ്പം 12 വഴി വീട്ടിൽ നിന്ന് പറമ്പിന്റെ അരിയിലേക്ക് വെട്ടിയിരിക്കുക. അപ്പൊ അവിടെ രാവിലെ എഴുന്നേറ്റ് ചൂട് പാല് കുടിച്ചിട്ട് ഒരു പണിയാൻ പോകും. 4:30 പണി കഴിഞ്ഞ് വരും. ഒരു കുളി കഴിഞ്ഞിട്ട് കുറുക്ക് പോലെ എന്തോന്ന് കഴിക്കും. കഴിച്ചിട്ട് ഓരോരുത്തർക്കും
നിശ്ചയിക്കപ്പെട്ട വഴിയിൽ ഇവരങ്ങ് നടന്ന് പറമ്പിന്റെ അരീശത്തിൽ കൈയടിച്ച് പാടും, മാതാവിന്റെ പാട്ട് പാടും. തിരിച്ചു വന്ന് ചില ഫ്രൂട്ട്സും ജ്യൂസും കഴിച്ചിട്ട് അവർ കിടന്നുറങ്ങും. അമ്മയുടെ ജോലിയാണ്. ഭർത്താവും മക്കളും പ്രാർത്ഥിക്കാൻ പോയില്ലേ പറയും, നിങ്ങളുടെ പ്രാർത്ഥനാ വഴിയിൽ പുല്ലുകിളുത്തല്ലോ. പറമ്പിന്റെ അരിയിലേക്ക് നടക്കാൻ ഓരോരുത്തർക്കും ഒരു വഴിയാ. പോയില്ലേ പറയും, പ്രാർത്ഥനാ വഴിയിൽ പുല്ലുകിളുത്തല്ലോ. ഒരു പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തിൽ വേണം. ഗൗരവമുള്ള അപ്പനാകണം, ഗൗരവമുള്ള അമ്മയാകണം ഈ പ്രാർത്ഥനാ വിഷയത്തിൽ. കർത്താവിന് ദിവസവും മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. ജൂബിലി വർഷത്തിൽ ഒരു വീണ്ടും വിചാരത്തിന് ഈ ചിന്തകളെ സഹായിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. പ്രഭാഷകൻ 3:24 നല്ല കാലത്തോളം ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. അന്ത്യവിധിയിൽ കർത്താവിന്റെ 5 വാക്കുകൾ നമ്മൾ ഓർത്തോണം. ഞങ്ങൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും അന്ത്യവിധി, ഞങ്ങളുടെ പൗരോഹിത്യ സന്യാസ സമർപ്പണവും സഭയും നമ്മുടെ ബന്ധത്തിലാണ്. നിങ്ങളുടെ അന്ത്യവിധി മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിന്റെ വെളിച്ചത്തിലാണ്. 1, നീ വിശന്നു ദാഹിച്ചു, ഭക്ഷണം നിന്നോ പാനീയം തന്നു. നമ്മൾ പറയും കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ, ചിലരുടെ ചരമവാർഷികത്തിൽ, അനാഥശാലയിൽ, ആതുരാലയങ്ങളിൽ ആരുമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തു, പാനീയം കൊടുത്തു. ദൈവം പറയും അത് 2ാം സ്ഥാനം. മോനെ മോളെ നിന്റെ പേരയ്ക്കകത്ത് 80 വയസ്സുള്ള അപ്പനായി, 70കാരി അമ്മയായി, അപ്പ എന്ന് വിളി കേൾക്കാൻ, അമ്മ എന്ന് വിളി കേൾക്കാൻ എനിക്ക് വിശന്നു ദാഹിച്ചു. സ്നേഹത്തിന്റെ ഭക്ഷണം തന്നു, സ്നേഹത്തിന്റെ പാനീയം തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഒരമ്മ പറഞ്ഞു, ഈ 3 ആമക്കളാ, 2 മക്കൾ ഈ 2 സാരി മേടിച്ചു. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാ, അവന്റെ കൈ കൊണ്ട് ഒരു ഓയിൽ സാരി മേടിച്ച് ഉടുത്തിട്ട് മരിച്ചാൽ മതി എന്ന കൊതി ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ വരുന്ന മാതാപിതാക്കളുടെ വികാരങ്ങൾ. 2, ഞാൻ രോഗിയായിരുന്നു, ആശ്വസിപ്പിച്ചു. രോഗാവസ്ഥയിൽ വീട്ടിലുള്ളവരോട് കൊടുക്കേണ്ട ഒരു പ്രത്യേക കരുതൽ. അപ്പന്റെ കണ്ണ് കാണുകയല്ലേ, വഴിമാറി നടക്കുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ, നമ്മളും മക്കളെ കൊണ്ടും തൊണ്ട പൊട്ടുന്ന പോലെ വർത്താനം പറയിപ്പിക്കണം. ഒന്നുമല്ലേ, ചുമ്മാ മൂളി കേൾക്കണം. പ്രായമായ കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കളും മൂളുന്നത്. ഇടയ്ക്ക് ചോദിക്കും, ഞാൻ പിന്നെ കേൾക്കുന്നുണ്ടോടാ, കേൾക്കുന്നുണ്ടോടി, പിന്നെ ഞാൻ മൂളാത്തത്. ചില മക്കൾ മൂളുന്ന കേട്ടാൽ പൊമരേനിയും പെട്ടി കുരയ്ക്കുന്നതല്ല ചില മക്കളുടെ മൂളൻ. യാ 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 ഓ യാ. ഒരുത്തൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. 80 വയസ്സ് അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അവൻ യാ 80 അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറി. അമ്മന്റെ ഫോട്ടോ മോനെ, അമ്മയുടെ 2 ഓയിൽ സാരിയും ബ്ലൗസും. കഴിഞ്ഞ ആഴ്ച ഒരു എലി പറ്റി. റിയലി അല്ല മോനെ, പഴയ പെരേലിയ വെട്ടി പോലെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കേൾക്കണം. രോഗിയായിരുന്നു, ആശ്വസിപ്പിച്ചു. 3, പരദേശിയായിരുന്നു, പാർപ്പിടം തന്നു. ആരാ പരദേശി? ബംഗാളി, ബീഹാരി, ജാർഖണ്ഡ്, ഒറീസക്കാരല്ല. മോൻ കെട്ടിയ പെണ്ണിന് അവരുടെ മനസ്സിൽ ഭർത്താവിന് അമ്മയ്ക്കും അപ്പനും വിലയില്ലെങ്കിൽ അവൾക്ക് മാതാപിതാക്കൾ പരദേശിയാണ്. കല്യാണം കഴിച്ച മോന് ഭാര്യ മാത്രം മതി, അപ്പനെയും അമ്മയും പരിഗണിച്ചില്ലെങ്കിൽ പരദേശിയായി. മോൻ കെട്ടിക്കൊണ്ടിരുന്ന മോക്ക് സ്വന്തം മകളുടെ സ്ഥാനം അമ്മയും അപ്പനും കൊടുത്തെങ്കിൽ ആ മരുമകൾ പരദേശിയായി. പരദേശികളെ സ്വദേശികളാക്കണം. പ്രായമായ അപ്പനും അമ്മയ്ക്കും തോന്നണം, മകന്റെയും മരുമകളുടെയും മനസ്സിൽ വിലയുണ്ട്, നിലയുണ്ട്. പരദേശിയാകരുത്, പാർപ്പിടം കൊടുക്കണം. 4, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ. നാണകെട്ട അവസ്ഥ. ഈ അപ്പനും അമ്മ മരിച്ചാൽ മതിയായിരുന്നു. ആ രീതിയിൽ ഉള്ള പ്രതികരണം നോട്ടത്തിലോ എടുപ്പിലോ മക്കളിൽ നിന്നുണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. ചില കാരണന്മാർ പറയും, മകനും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട. ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നശിക്കുമല്ലോ നോക്കിയിരിക്കുക. ആ അന്തരീക്ഷം ഉണ്ടാകരുത്. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. എന്താ അർത്ഥം? ഞാൻ മുറിയിൽ കയറിയിട്ട്, ഞാൻ അകത്തുനിന്ന് കുറ്റിയിട്ടാൽ ഗൃഹം, ഞാൻ മുറിയിൽ കയറുമ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് കുറ്റിയിട്ടോ കാരാഗ്രഹം. മക്കളും കൊച്ചുമക്കളും അടുക്കലുണ്ടോ? അപ്പാപ്പനും അമ്മാമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും നല്ല സന്തോഷം. 2 പേരും പോകുമ്പോൾ രോഗം ബാധിക്കുന്ന ഒരു മനസ്സ്. ചെറുപ്പക്കാർ ദമ്പതിമാര് എങ്ങനെയാണോ അപ്പനോടും അമ്മയോടും പെരുമാറുക,
അത് മക്കൾ കണ്ടുപഠിക്കുന്നുണ്ട്, മറക്കരുത്. ഒരു വീട്ടിൽ 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസേരെ കാലും വീട്ടിരുന്ന് പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണൊന്ന് അടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണോ? കണ്ണടച്ചാൽ പറയാം, പത്രവായന കഴിയിട്ടടാ കണ്ണടയ്ക്കാം. അരമണിക്കൂർ പത്രം വായിച്ചു, വാടാ ഇനി കളിക്കാം. അവന്ന് വല്യപ്പൻ്റെ മടി കയറി കണ്ണലൊക്കെ ശരിക്കും പിടിച്ചു. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാ തോന്നുന്നത്. അതെന്നാടാ? എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാല് വീട്ടിൽ സമാധാനം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മൾ എന്ത് പറയുന്നു അത് മക്കൾ കണ്ടുപിടിക്കുന്നു, മനസ്സിൽ കുറിച്ചു പോകും. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. 2 കാര്യങ്ങൾ കുടുംബത്തിൽ ശ്രദ്ധിക്കണം. ചെണ്ടിയാലും ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ അബോർഷൻ നടത്തരുത്. ജെറമിയ 1:5. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം ഞാൻ നിന്നെ അറിഞ്ഞതാണ്, തിരഞ്ഞെടുത്തതാണ്. ജീവൻ എന്ന ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുള്ളൂ. ഒരുപക്ഷെ സീറോ മലബാർ സഭയിലാണ് കൂടുതൽ ജനന നിയന്ത്രണം. നമ്മൾ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ കോട്ടയം ജില്ലയിൽ ഒരു അസംബ്ലി ഇന്നില്ല, വാഴൂർ. പത്തനംതിട്ടയിൽ 2 അസംബ്ലി ഇല്ല, പത്തനംതിട്ട അസംബ്ലിയും കല്ലൂപ്പാറ അസംബ്ലിയും. 4 ലക്ഷത്തോളം ആൾക്കാരുടെ കുറവ് വന്നു. നമ്മുടെ ജനന നിയന്ത്രണം, പിന്നെ മക്കളെ വിദേശത്തേക്കുള്ള യാത്ര. മുസ്ലിം സമൂഹം വളരുന്നതിന് കാരണം ഒരിക്കലും മക്കളെ കൊല്ലുകയല്ല, സന്താനം നിധനമില്ല. ദൈവം തരുന്നു, ആ സമൂഹം ശക്തമായിട്ട് വളരും. എന്തെല്ലാം ആരോപണങ്ങൾ ആരെല്ലാം പറഞ്ഞാലും. അപ്പം കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, പരമാവധി മക്കൾക്ക്. ഞാൻ റാസൽ കൈമയെ ധ്യാനിപ്പിക്കുക, ദുബായി അടുത്ത്. സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക ധ്യാനിക്കാം. ജോയി പറഞ്ഞു, 18 മക്കളിൽ ഞാൻ 13ാമത്തേതാണ്. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് അലഞ്ഞു. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ ഇത്രയും ഉയർത്തി. ഈ മക്കൾക്ക് 3 വിദ്യാഭ്യാസം കൊടുക്കണം. അത് അമ്മയുടെയും അപ്പൻ്റെയും കടമയാണ്. മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം പറഞ്ഞു കൊടുക്കണം. കുഞ്ഞു പിള്ളേർ വെറുതെ ഫോൺ അയഞ്ഞു കൊടുക്കരുത്. ഇന്ന് പുതിയ രീതിയുണ്ട്, പേരന്റൽ ആപ്ലിക്കേഷൻ മൊബൈൽ ഫോൺ. നിങ്ങളുടെ മോൾ എന്ത് കണ്ടാലും അമ്മയുടെ ഫോണിൽ വരും, മോൻ എന്ത് കണ്ടാലും അപ്പൻ്റെ ഫോണിൽ വരും. കുഞ്ഞുങ്ങൾ ഇന്ന് കള്ളത്തരത്തിൽ ഒരുപാട് വളർന്നവരാ. കാരണം ഒരുപാട് കൗൺസിലിംഗ് അറിയാം. മനഃപൂർവ്വമല്ല, അങ്ങനെ അവരുടെ ചുറ്റുപാട്. അവിടെ ഒരു നിയന്ത്രണം വേണം. അതുപോലെ 12 വയസ്സിൽ താഴ്ന്ന കുട്ടികൾ മാക്സിമം 20 മിനിറ്റ് മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് വെക്കാം. ലാൻഡ് ഫോൺ അല്ല, മൊബൈൽ ഫോൺ. നിരന്തരം വെച്ചാൽ 12 വയസ്സ് കഴിയുമ്പോൾ ബ്രെയിൻ ട്യൂമറിന്റെ ആരംഭം ഇന്ന് കുഞ്ഞുങ്ങളിൽ പെരുകി വരുന്നു. ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളെ തീറ്റാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ കാണിച്ച് പടക്കം വരുന്ന പോലെ അണ്ണാക്കി തള്ളി കയറ്റരുത്. അങ്ങനെ കയറ്റിയാൽ ദഹനരസമില്ലാത്ത കുഞ്ഞുങ്ങൾ 9ാം വയസ്സിൽ അസിഡിറ്റി കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യും. ജീവനോടെ ആരോഗ്യരേഖ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ ചിട്ടയും ക്രമവും വേണം. ഇപ്പം ഭൗതിക വിദ്യാഭ്യാസം. 2, ആത്മീയ വിദ്യാഭ്യാസം. വേദപാഠ ക്ലാസ്സിലെ നിങ്ങളുടെ മക്കളുടെ പെരുമാറ്റം അച്ഛനോടും സിസ്റ്റേഴ്സിനോടും വേദപാഠ അധ്യാപകരോടും ചോദിച്ചറിയാം. ഒരമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കണക്കിൽ 50 വേദപാഠത്തിനോ 50 എവിടെ പോയി ചോദിക്കണം. ഞായറാഴ്ച പള്ളിയിൽ വായിച്ച ബൈബിൾ ഭാഗം ചോദിക്കണം. അച്ഛൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സാരാംശം ചോദിക്കണം. അപ്പം അത് കുഞ്ഞുങ്ങൾക്കൊന്നും വളരെ ഗൗരവമുള്ളതാണ്. ഒപ്പം 5 വയസ്സിനുള്ളിൽ സഭയുടെ പരമ്പരാഗത പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരമ്മ പറഞ്ഞു പതിപ്പിച്ചു കൊടുക്കണം. ആത്മീയ വിദ്യാഭ്യാസം, മിഷൻ ലീഗ്, അൾത്താരബാലന്മാർ, അതിലൊക്കെ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കണം നിർബന്ധിച്ച്. ഞാനൊക്കെ പ്രസംഗിച്ച് വളർന്നത് അൾത്താരബാലന്മാരായി തെളിച്ച് വായിച്ച ആ പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ആദ്യമൊക്കെ പോകാൻ മടിക്കും, പിന്നീട് പിള്ളേർ ഓടുന്ന കാണാം. ആദ്യം ചെന്നില്ലെങ്കിൽ മധുപകയിൽ ഇടം കിട്ടുകയല്ല. ഒരു 10 വയസ്സുകാരൻ അൾത്താരബാലൻ അടിച്ചു ചെന്നപ്പോൾ അന്ന് വേറെ അൾത്താരബാലന്മാരില്ല. പ്രായമുള്ള അച്ഛൻ അല്പം മുൻകോപമുള്ള ആളാണ്. നീ തന്നെ ലേഖനം വായിച്ചോളാൻ പറഞ്ഞു. ഇവനാകെ പേടിച്ചു പോയി. അവൻ പേടിച്ച് വരച്ചിങ്ങനെ വായിച്ചു. പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ അപ്പസ്തോല പ്രവൃത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. എല്ലാവരും ഒറ്റ ചിരി. അച്ഛൻ തെറ്റിപ്പോയെന്ന് കാണിച്ചു. അവന് മനസ്സിലായി തിരുത്താൻ പറ്റിയല്ല. അവൻ ബിരുദനാ. അവൻ വീണ്ടെടുത്ത നൂലുണ്ടു
അവൻ അച്ഛനെ തിരിഞ്ഞു പറഞ്ഞു, ഗുരു അഡ്ജസ്റ്റ് ചെയ്താലും ഏതായാലും വായിച്ചു പോയില്ലേ, ഒരു ആത്മീയ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, രണ്ട് ആത്മീയ വിദ്യാഭ്യാസം. അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. എന്താ താരാട്ട്? രാരാരോ രാരീരാരോ ലല്ലവിയിൽ പല്ലവി ഈരടി പാടുകയല്ല. അമ്മ കുഞ്ഞിനെ തൊട്ടിയിൽ ചാട്ടിക്കൊണ്ട് ദൈവത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന എന്റെ ഈ മോൻ ആരാരോ, ഈ മോൾ ആരിരാരോ ഒരു പിടിയുമില്ല. ഇവൻ സാറാവോ, പട്ടാളക്കാരനാവോ, പോലീസുകാരനാവോ, അച്ഛനാവോ, ബാങ്ക് മാനേജരാവോ, അതോ വീരപ്പനാവോ, ഒസാമ ബിൻ ലാദനാവോ, ഹമാസിന്റെ സന്തതിയാവോ, ഇതാരാരോ ഒരു പിടിയുമില്ല. പെൺകുട്ടിയെ തൊട്ടിലിട്ടാട്ടിക്കൊണ്ട് ഇവൾ ആരിരാരോ കന്യാസ്ത്രീ ആവുമോ, മിലിറ്ററി നേഴ്സ് ആവുമോ, ടീച്ചറാവുമോ, വനിതാ പോലീസ് ആവുമോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോലിയാവോ, ഊർജതന്ത്രക്കാരി സരിത നായരാവോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷ് ആവോ, അതോ ജ്യൂസുകാരി രേഷ്മ ആവോ, ഇതാരിരാരോ ഒരു പിടിയുമില്ല. ഈ മക്കളെ ദൈവകരങ്ങളിൽ കൊടുക്കണം, നല്ല അറിവും വിദ്യാഭ്യാസവും കൊടുക്കണം, കൊല്ലരുത്, വളരാൻ അനുവദിക്കണം. 6, വ്യഭിചാരം ചെയ്യൽ. മോശമായ ബന്ധം എന്നല്ല അർത്ഥം. നിങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നതിലും ഇവിടുത്തെ പല ആണുങ്ങൾക്കും നിലവിൽ 2 ഭാര്യമാരുണ്ട്, പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയവന്മാരുണ്ട്. ഒരു സഹോദരി എന്നെ തുറിച്ചു നോക്കുന്നു. ഞാൻ തന്നെ പറയാം, വിവാഹത്തിന് മുമ്പ് പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കിട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ശരീരം, മോഹൻലാലിന്റെ ചെരിഞ്ഞു നടപ്പ്, ഉണ്ണിമുഖന്റെ മസിൽ, പൃഥ്വിരാജിന്റെ കുറ്റിമീശ, ഇതൊക്കെ വേണം. ദൈവം തന്നത് കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാളെ തന്നു. പിന്നെ കുറ്റിമീശ ഓർത്താൽ അതിന്റെ പേരാണ് വ്യഭിചാരം. കിട്ടിയ പുരുഷൻ. ആണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കിട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90ലെ ദിവ്യാവുണിയുടെ മെലിഞ്ഞ പെടലി, 2000-ലെ കാവ്യമാധവന്റെ തുറിച്ച കണ്ണം, 2010-ലെ സമ്പ്രദാസുലിന്റെ കോമ്പല്ല്. ദൈവം എന്നുള്ളത് ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ കിട്ടിയോ കിട്ടിയാൽ. പിന്നെ ഭാവനയില്ല. ദൈവം തന്നു, മറ്റൊന്നില്ല. ഭാവനയിൽ ഒന്നില്ല, ദൈവം തന്നു. അല്ലെങ്കിൽ ഒരാളെ കിട്ടി മറ്റൊന്നോർത്താൽ അതിന്റെ പേരാണ് വ്യഭിചാരം. 7, കുടുംബം അനുഗ്രഹീതമാകണോ, കള്ളസാക്ഷ്യം പറയല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ മൂലം ഈ നാട്ടിൽ ആർക്കും പേരുദോഷം വരരുത്, ഞാൻ മൂലം ഒരാളുടെ പേര് നശിക്കാൻ ഇടയാകരുത്. ഇതാണ് കള്ളസാക്ഷ്യം പറയല്ലേ. ഉദാഹരണം, മൊബൈലിൽ വാട്സപ്പ് മെസ്സേജ് ഏത് മൂന്നാം കൂലിക്കും ഏത് ചന്തകൾക്കും എന്തും എഴുതാൻ പറ്റുന്ന മാധ്യമമാണ് ഈ വാട്സപ്പ്. അന്തസ്സോടെ എഴുതുന്ന അധികം പേര് വായിക്കുക, ചപ്പും ചവറും വായിക്കും. വാട്സപ്പിൽ ഒരു വാർത്ത വന്നാൽ സത്യമറിയാതെ ഷെയർ ചെയ്യരുത്. ഒരുപാട് നുണകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. TV വാർത്ത ഷെയർ ചെയ്യാം, വാട്സപ്പ് വാർത്ത സത്യമറിയാതെ ഷെയർ ചെയ്യരുത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക എസ് ജാനകി മരിച്ചെന്ന് 2 പ്രാവശ്യം വായിച്ചതാണ്, ഇന്നും മദ്രാസിലുണ്ട്. എന്നോട് ഇന്നസെന്റ് പറഞ്ഞു, രോഗം മൂർച്ഛിച്ചപ്പോൾ മരിച്ചെന്ന് 3 പ്രാവശ്യം വാട്സപ്പ് മെസ്സേജ്. ഇപ്പോഴാണ് പറയുക, നല്ല പണിയുള്ളവന് തംസം, ചെറിയ പണിയുള്ളവന് സിപ്പം, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. നമ്മൾ ഇത് ചുമ്മാ ഷെയർ ചെയ്യരുത്, അന്തസ്സില്ലാതെ ഷെയർ ചെയ്യുന്നിടത്ത് എപ്പോഴും മാന്തുക ഇടുക, ഇത് ഷെയർ ചെയ്യുക. കള്ളസാക്ഷ്യം പറയൽ. 8, മോഷ്ടിക്കരുത്. അതിന്റെ അർത്ഥം എന്താ? കയ്യിൽ 100 രൂപയുണ്ടോ അതിന് ആധികാരികത വേണം. ചെയ്യുന്ന പണിക്ക് ആനുപാതികമായ പണം കൈ വേണം. ഒരാൾ പണിയാൻ വന്നോ ആനുപാതികമായ കാശും കൊടുക്കണം. 1000 രൂപ നിലവിൽ കൂലിയുള്ളത് ഒരുത്തൻ വിശന്നിട്ട് പറയുക 600-ന് പണിതേക്കാം, അവൻ സമ്മതിച്ചാലും മുതലാളി 600-ന് പണിയിച്ചാൽ 1000 രൂപ നിലനിൽപ്പ് കൂലിയെങ്കിൽ ഈ മുതലാളി 400 കട്ട കള്ളനാ. 1000 മേടിച്ചിട്ട് 600-ന് പണിത് മുതലാളിയെ കളിപ്പിക്കുന്നവൻ അവൻ 400 കട്ട കള്ളനാ. മേടിക്കുന്ന കാശിന് ആനുപാതികമായി പണിയെടുക്കണം, ആരും എന്തിനും. അതുപോലെ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി കൊടുക്കണം. ഇതാണ് മോഷ്ടിക്കൽ എന്ന് പറഞ്ഞാൽ മനക്കടിയുള്ള ഒന്നും വീട്ടിലരുത്, മനഃശാസ്ത്രമുള്ള ഒന്നും വീട്ടിലരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് മനസ്സാക്ഷി.
നിങ്ങൾ ചോദിക്കും, അച്ഛൻ മനസാക്ഷി എന്ന് പറയുന്നു, അതിരിക്കുന്ന സ്ഥലം ഏതാ? ഞാൻ തന്നെ പറഞ്ഞു തരാം, ആരും പരീക്ഷിക്കാൻ പോയേക്കല്ലേ. ഇന്ന് രാത്രി പള്ളിയിൽ നിന്നും കർമ്മമെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് വീട്ടിൽ ചെല്ലും. രാത്രി ഉറങ്ങാനായിട്ട് മുറി കയറുന്നതിന് മുമ്പ് കിച്ചണിൽ ചെന്നിട്ട് മൂർച്ചയുള്ള ഒരു കരക്കത്തി എടുക്കണം. മുറിയിൽ കൊണ്ടുവരിക, വാതിൽ അടച്ചിടുക, ലൈറ്റ് ഇടുക, കട്ടിലിൽ ഇരിക്കുക. ആ കത്തി കൊണ്ട് തൊണ്ട മുതൽ പൂക്കളിന് കീഴോട്ട് നേരെ കീറുക. കീറിയിട്ട് വാരിലും മാംസോട്ട് പൊക്കി പിടിച്ച് അകത്തേക്ക് നോക്കുക. ഒരു കാഴ്ച കാണും. അകത്ത് ഒരു വൃത്തം, വൃത്തത്തിനകത്ത് ഒരു ത്രികോണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ത്രികോണം കറങ്ങുമ്പോൾ അതിൻ്റെ വന്ന് വൃത്തത്തെ കുത്തും. ആ കുത്തിന്റെ പേരാണ് മനസാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഒരു കുത്തി ഇങ്ങനെ വരും. ബലമില്ലാത്ത വർത്താനം പേരൻസിനോട് പറഞ്ഞാൽ, അന്തസ്സില്ലാത്ത വർത്താനം പങ്കാളിയോട് പറഞ്ഞാൽ, അറിയില്ലാത്ത പണം മേശയ്ക്കകത്ത് വന്നാൽ ത്രികോണം വൃത്തത്തെ കുത്തും. ഇതാണ് മനസാക്ഷി കുത്ത്. പരകതയുള്ളത് മാത്രമേ കൈവെക്കാവൂ. 9, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോട്. പെണ്ണുങ്ങളോട് കൂട്ടുകാരുടെ ഭർത്താവിനെ ദാഹിക്കരുത്. അവനായിരുന്നു മെച്ചം, ഇവളായിരുന്നു മെച്ചം. ആ ചിന്തകൾ ഒരിക്കലും വരുത്. ഞാൻ എറണാകുളത്ത് നിൽക്കുന്നു. കോട്ടയത്തിനും പോകണം, തൃശ്ശൂരിനും പോകണം. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോയേക്കാം. കോട്ടയം വണ്ടി വന്നു ഇരിക്കുമ്പോൾ തൃശ്ശൂർ വണ്ടി ആയിരുന്നെങ്കിൽ എടപ്പള്ളി ടോൾ ഗേറ്റ്, ആലുവ അങ്കമാലി, കരകുറ്റി ചാലക്കുടി, ഒല്ലൂർ, തൃശ്ശൂർ കാണാമെന്ന്. കോട്ടയം വണ്ടിയിൽ ഇരുന്നിട്ട് ഓർക്കല്ലേ. കോട്ടയം വണ്ടി കയറുമ്പോഴേ ഞാൻ സാവധാനം ആസ്വദിക്കാൻ വേണം. തൃപ്പൂണിത്തറയുണ്ട്, വൈക്കമുണ്ട്, തലയോലപ്പറമ്പുണ്ട്, കടുത്തിരി, മുട്ടിയറ, ആപ്പാച്ചറ, അതങ്ങനെ ഏറ്റുമാനൂര്, കോട്ടയം വരെ ആസ്വദിക്കണം. ഞാൻ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിന്റെ വണ്ടിയിൽ കയറിയിട്ട് 32-ാം വർഷം. ഇടയ്ക്കിടയ്ക്ക് തോന്നുക, കല്യാണമായിരുന്നു കുറെ കൂടെ നല്ലത്. കാറ് കണ്ടേനെയും വീട് കണ്ടേനെയും അത് കണ്ടേനെയും ഇത് കണ്ടേനെയും ബാങ്ക് ബാലൻസ് കണ്ടേനെയും ഓർക്കരുത്. ഈ വണ്ടി ആസ്വദിക്കണം. എങ്ങനെ ധ്യാനിപ്പിക്കാം, എങ്ങനെ കുർബാന അർപ്പിക്കാം, എങ്ങനെ കൗൺസിലിംഗ് നടത്താം, എങ്ങനെ സംസാരിപ്പിക്കാം, ഞാനിത് ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമെന്ന് ഉറക്കപ്പെടാം. എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പൻ്റെ ഫോൺ കോൾ, ജോസഫച്ച അപ്പനായവരെ ഇനി അച്ഛനാക്കുന്ന സഭ വല്ലോടും അവന്റെ വണ്ടി എടുത്തു. ലിയോ 14 മാർപ്പാപ്പ പറയുക, കത്തോലിക്ക സഭയിൽ അച്ഛന്മാർക്ക് എണ്ണം കുറവായതിനാൽ 65 വയസ്സ് കഴിഞ്ഞ ഉത്തരവാദിത്വം തരുന്ന എല്ലാ കുടുംബനാഥന്മാർക്കും പട്ടം കൊടുക്കാൻ തിരുസഭ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ എൻജിഒ കോട്ടേഴ്സിന്റെ ഈ പള്ളി വരുമ്പോൾ പള്ളിമുറ്റത്ത് അച്ഛന്മാരുടെ ജില്ലാ സമ്മേളനം എത്രയോ പേരെ പോയായിരുന്നു. മടുത്തു, ജീവിതം മടുത്തു. ആ ഒരു ചിന്ത വരാം ജീവിതത്തില്. കുറച്ചുനാൾ മുമ്പ് ഞാൻ പരിമലയ്ക്ക് പോയി. അവിടുത്തെ കോളേജിൽ അധ്യാപകർക്കൊരു ക്ലാസ്സിന് വേണ്ടി. പണ്ട് എന്നെ പഠിപ്പിച്ച ഒരു സാറ് വിശ്രമജീവിതമാണ്. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോസഫിനെ കാണാൻ ഞാൻ ഇരിക്കാൻ. ചെന്താ? ഒരു സംശയം ചോദിക്കാൻ. ചെന്താ? അച്ഛനായി കഴിഞ്ഞാലും പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞാനും ഭാര്യയും മകളും ചിരിക്കാറുണ്ട്. ഞാൻ പഠിപ്പിച്ച ആളാന്ന് വീട്ടുകാർ പറയാറുണ്ട്. വേണ്ടാത്ത വല്ല തോന്നലും ഉള്ളിൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞങ്ങൾ സത്യം പറയാമല്ലോ, കഴിഞ്ഞ വർഷം അടുപ്പിച്ച് ഒരു ദിവസം 3 പ്രാവശ്യം ഇന്ന് തന്നെ പെണ്ണ് കെട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെന്താ? ധ്യാനിപ്പിച്ച് മടുത്തു വന്ന് തുണി അലക്കി കഴിഞ്ഞ ഓരം കഴിച്ചു കൂട്ടിയപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ സാറ് പറഞ്ഞു, പൊന്നി ജോസഫ് അച്ഛാ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ അച്ഛവും എൻ്റെ പെമ്പൽ നോക്കി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ ഉറച്ചിരിക്കുക, മറ്റൊന്നോർക്കാതിരിക്കുക. 10, അന്യന്റെ വസ്തു ആഗ്രഹിക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മൾ മോഷിക്കുന്നു എന്നല്ല, ഉള്ളത് കൊണ്ട് ഒതുങ്ങി ജീവിച്ചോ. വേറൊരുത്തന്റെ പേര കണ്ടിട്ട് അതേ മോഡലെന്ന് ഞാൻ ദാഹിക്കരുത്. വേറൊരുത്തന്റെ കാറ് കണ്ടിട്ട് ആ ടൈപ്പ് എനിക്ക് വേണം. എന്നാൽ അന്യന്റെ വസ്തു ആഗ്രഹിക്കുക. ദൈവം തന്ന സ്വത്തിൽ ഒതുങ്ങി ജീവിക്കണം. 8 ലക്ഷത്തിന്റെ കാറ് മേടിക്കാൻ കഴിയുള്ളവൻ 8 ലക്ഷത്തിന്റെ മേടിക്കാവും. ലോൺ എടുത്ത് 15 ലക്ഷത്തിന്റെ മേടിക്കരുത്. 10 ലക്ഷത്തിന് ചെറിയ ഒരു ഫ്ലാറ്റ് എടുക്കാൻ പറ്റും, അതേ എടുക്കാവൂ. കടം മേടിച്ച് 30 ലക്ഷത്തിന്റെ മുറി എടുക്കരുത്.
എല്ലാം തീർന്നു പോകും. ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കണം, മിനിമം കൊണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എടുത്ത ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കല്ലേ. അച്ഛനായ എനിക്കിടുന്ന ചികിത്സ റെയിൽവേ പാളത്തിലെ ഒരു തർമ്മക്കാരൻ പ്രതീക്ഷിക്കരുത്. ഒരു ജീവിത നിലവാരം ദൈവം തന്നു, അത് നമ്മൾ ഒതുങ്ങി ജീവിക്കുക. ജൂബിലിയുടെ നിറവിൽ നമ്മളായിരിക്കുമ്പോൾ ഈ കുടുംബചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ക്രിസ്തുവിനെ കുറിച്ച ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവത്തിന് മുമ്പാകെ എല്ലാവരെയും സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിയിൽ തുറന്നു വെക്കുക. ചൊല്ലുന്ന പ്രാർത്ഥന എന്നോട് ഉപയോഗിച്ച് ചൊല്ലുക. പിതാവായ ദൈവമേ, നിന്റെ പുത്രിയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ മാതാവിനോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് ഈശോമിശിഹായിൽ നിർമ്മലരും പരിശുദ്ധരും ആയിരിക്കുവാൻ ഞങ്ങളെ മുൻകൂട്ടി തെരഞ്ഞെടുത്തതിന് ദൈവമേ ആരാധന. യേശുവേ ആരാധന. ദൈവമഹത്വത്തിൽ പങ്കുകാരാകുവാനും യേശുവിൻ്റെ അധികാരങ്ങൾക്ക് വിധേയരാകുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബം തിരുകുടുംബം പോലെ വിശുദ്ധിയിലും സ്നേഹത്തിലും പ്രാർത്ഥനയിലും നിറഞ്ഞു നിൽക്കുവാൻ കൃപ തരണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിമിഷത്തിൽ നമ്മളെല്ലാവരെയും ചേർത്തുകൊണ്ട് അറിയാവുന്ന ഗാനം ഇരുന്നോണ്ട് പാടുന്നു. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെ നോക്കൂ നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവീരനെ കേൾപ്പേഴും ആയി നിന്നെ നിൻപുത്രനേൽപ്പിച്ച ഭാരമത്തെ നീ ഞങ്ങളെ കാത്തിടണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.